വയനാടും മേപ്പാടിയും ചൂരൽമലയും മുണ്ടക്കയും വെള്ളാർമല സ്കൂളും പുഞ്ചിരിമറ്റവും കഴിഞ്ഞുപോയ ഓരോ ദിനവും മനുഷ്യ മനസാക്ഷിയെ പിടച്ചുലച്ച വല്ലാത്ത ദിനങ്ങളായിരുന്നു. ഇന്നലെ പ്രിയപ്പെട്ട വൈറ്റ് കാർഡിനോടൊപ്പം വെള്ളാർമല സ്കൂൾ ലക്ഷ്യമാക്കിയുള്ള യാത്ര. ആ യാത്രയിൽ വെള്ളാർമല സ്കൂളിലുള്ള മുഴുവൻ ഡെസ്കുകളും ബെഞ്ചുകളും കുട്ടികളുടെ ഫയലുകളും എല്ലാം മേപ്പാടി സ്കൂളിൽ താൽക്കാലികം നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. ഞങ്ങൾക്കൊപ്പം വഴികാട്ടി എന്ന പോലെ ദുരന്തമുഖത്തെ അതിജീവിച്ച KSRTC ബസ്. അതിനു മുമ്പ് വൈറ്റ് കാർഡിൻ്റെ അസംബ്ലി. ആ അസംബ്ലിയിൽ വൈറ്റ് കാർഡിൻ്റെ ക്യാപ്റ്റൻ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവിടം പോകുമ്പോൾ പുഞ്ചിരിക്കാൻ പ്രയാസപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പുഞ്ചിരിക്കണേ. അവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ നൽകണേ. കേട്ടറിഞ്ഞ സ്കൂൾ മുറ്റം കല്ലും മണ്ണും ആനയേക്കാൾ വലിപ്പമുള്ള പാറയും നിറഞ്ഞു നിൽക്കുന്ന മണ്ണിൽ പാതി തകർന്ന സ്കൂൾ കെട്ടിടം. 1000 കുരുന്നുകൾ, ബാല്യങ്ങൾ, യൗവനങ്ങൾ ആടിത്തിമർത്ത മണ്ണിനെ വലിച്ചു കൊണ്ടുപോയ പുഴയും കണ്ണും മനസ്സും മരവിക്കാതെ കണ്ടു നിൽക്കുവാൻ വയ്യ. ബെയിലി പാലത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന പ്രായമായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരനാണോ എന്ന്. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഈ നാട്ടുകാരനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഈ നാട്ടുകാരനല്ല. 32ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ. 100ഓളം ചെറുപ്പക്കാർ, കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലെ മനുഷ്യർ ഒത്തുകൂടി വൈറ്റ് കാർഡ് എന്ന ഒറ്റ ലേബലിൽ ചേർന്ന് നിൽക്കുന്നവർക്കൊപ്പം നിൽക്കുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നി. ദുരന്തഭൂമിയിൽ തകർന്നു വീണ അമ്പലവും പാതി തകർന്ന മസ്ജിദും എല്ലാം മൂകസാക്ഷിയായ ചർച്ചും തകർന്നുപോയ വീടിൻ്റെ തറയിൽ തങ്ങളുടെ ആർക്കോ വേണ്ടി പാതി കത്തിച്ച മെഴുകുതിരി, തങ്ങളുടെ വസ്ത്രങ്ങൾ തലേന്ന് അലക്കിയെടുത്ത് വെച്ചത് ഇപ്പോഴും കാറ്റിൽ ആടിയുലയുമ്പോൾ മനുഷ്യൻ നിസ്സഹായരാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മളിപ്പോഴും തമ്മിലടിയുടെ വാൾമുനമ്പുകൾ തേടിയോടുകയാണ്. നിങ്ങളൊരിക്കൽ ആ ഭൂമിയിലൊന്ന് പോവണം, കണ്ണുകൾ തുറന്നു നിൽക്കണം. അപ്പോഴും നമ്മൾ വെറും നിസ്സഹായര് മാത്രമാണ് പ്രിയരെ. ചേർന്നു നിൽക്കാം അവർക്കൊപ്പം. അവരുടെ പുഞ്ചിരിയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, അവരുടെ സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവർക്കൊപ്പം ചേർന്നിരിക്കണം. പ്രാർത്ഥന കൊണ്ടെങ്കിലും നിങ്ങൾ അവർക്കൊപ്പം ചേർന്നിരിക്കണം. ഇപ്പോഴും ഒരുപാട് മനുഷ്യരെ നമുക്ക് അവിടെ കിട്ടുവാനും ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ആ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിരിക്കുന്നു. അവർക്ക് മുമ്പിൽ കണ്ണീർ പ്രണാമം.